ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാരണം വീട്ടമ്മമാർക്കൊക്കെ ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകളാണ്. എത്ര കറ പിടിച്ച മഞ്ഞക്കറയാണെങ്കിലും ചായക്കറയാണെങ്കിലും എന്ത് കറ പിടിച്ചാണെങ്കിലും ബ്ലഡിൻ്റെ കറയാണെങ്കിലും പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ മാറ്റിയെടുക്കാൻ പറ്റും. അതിനോട് ഈ ഒരു സൂത്രം മാത്രം മതി. എലുമ്പും പുളി ഉണ്ടെങ്കിൽ ശരിക്കും നീട്ടിക്കും. അതുപോലെ കുറച്ച് കിച്ചൺ ടിപ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് ടിപ്പ്, നമ്മുടെ വീടുകളിൽ നമ്മളിങ്ങനെ അരിയും അതുപോലെ ഉഴുന്ന്, കടല, പരിപ്പ് ഇതെല്ലാം മേടിച്ച് വെക്കും, സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ടല്ലേ. അപ്പോൾ അവിടുന്ന് കിട്ടുമ്പോൾ തന്നെ മവരിച്ചിട്ട് നമ്മൾ മേടിക്കുമ്പോൾ കിട്ടുമ്പോൾ തന്നെ ചിലതിലെല്ലാം ഇതുപോലെ ഒരു ചെള്ളെങ്കിലും കാണാതിരിക്കത്തില്ല. അപ്പോൾ ഇങ്ങനെ ചെള്ളുണ്ടെങ്കിൽ ഈ ചെള്ളില്ലാത്ത പാത്രങ്ങളുടെ അടുത്തോ ഇതൊന്നും വെക്കാൻ പാടില്ല. അതുപോലെ തന്നെ ചെള്ളുള്ള ആ പാത്രങ്ങളിലേക്ക് ഇതിട്ട് വെക്കാനും പാടില്ല. അങ്ങനെ ചെള്ളുള്ളതാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അരിയിലാണേലും പരിപ്പിലാണെങ്കിലും പയറുടെ എന്തിലാണേലും ചെള്ളുണ്ടെങ്കിൽ ഈ പ്രാണി ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും. അപ്പോൾ എൻ്റെ ഇപ്പോൾ എടുത്ത അരിയിൽ ഫുള്ള് ചെല്ലാണ്, നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ചെറിയൊരു ബൗൾ ഇറക്കി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വിനാഗിരി ഒന്ന് ഒഴിച്ച് വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കണം. ഒന്ന് അടച്ചുകൂടെ വെക്കണം കേട്ടോ. എന്നിട്ട് 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന അടിപൊളി റിസൾട്ടാണ്. കുറേയൊക്കെ അതിനകത്ത് വീണ് കിടപ്പുണ്ടായിരുന്നു, കുറേയൊക്കെ ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ഒന്ന് വെച്ച് കഴിയുമ്പോൾ ഇത് ഫുള്ള് ഇറങ്ങി പോവുകയും ചത്തു പോവുകയും ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിത് കണ്ടില്ലേ, അതിനകത്ത് കുറച്ചൊക്കെ വീണ് കിടപ്പുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ കുറച്ചൊക്കെ ഇറങ്ങിപ്പോയിട്ടുമുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കേണ്ട. ഇറങ്ങിപ്പോകുന്ന കണ്ടില്ല, ഇതിൻ്റെ ഒരു സ്മെല്ല്, വിനാഗിരിയുടെ ഒരു സ്മെല്ല് നിങ്ങൾക്ക് ഇഷ്ടമല്ല, അവൻ്റെ ഗ്യാസ് പോലെയാണ്. അപ്പോൾ ആ ഒരു സ്മെല്ല് അടിക്കുമ്പോൾ ഇത് ഫുള്ള് ഇറങ്ങിപ്പോകുന്നു, ചത്തു പോകുന്നതാണ് കേട്ടോ. തല തെറിച്ചോടും, അത്രയ്ക്ക് നല്ലൊരു റിസൾട്ടാണ് വിനാഗിരി കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ ഫുൾ വീഡിയോ എൻ്റെ ചാനലിൽ കിടപ്പുണ്ട്. ഇനി അടുത്ത ടിപ്പം, ഇപ്പോൾ ആ അരി തന്നെയാണ് ഞാനിവിടെ കഴുകിയൊന്നും എടുത്തിട്ടുണ്ട് കേട്ടോ. ഒറ്റ ചെള്ളു പോലും ഇല്ലാതെ തന്നെ ഞാൻ ഇവിടെ അരി കഴുകി എടുത്തിട്ടുണ്ട്. ആ കഴിയതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ഞാനിപ്പോൾ 3 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ പാലപ്പം, വെള്ളയപ്പം ഒക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പാടുള്ളവർ അരി നമ്മൾ രാവിലെയൊക്കെ ഇട്ട് രാത്രിയിലല്ലേ അരച്ച് വെച്ച് രാവിലെ അപ്പം ഉണ്ടാക്കുകയല്ലേ ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത്, നമുക്കിപ്പോൾ രാവിലെ അരി ഉതിരാൻ ഇടാൻ മറന്നുപോയി എങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് നമുക്ക് ആവശ്യമുള്ള അരി കഴുകി വൃത്തിയാക്കി എടുക്കുക. പിന്നെ 3 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. ആ അരി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് നല്ലപോലെ നേർക്കെ വെള്ളം ഒഴിച്ച് വെക്കുക. പിന്നെ ഇതിലേക്ക് നമ്മളിപ്പം 3 ഗ്ലാസ് അരി 3/4 ഗ്ലാസ് ചോറുന്ന രീതിയിലാണ് ചോറാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഞാൻ. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് തേങ്ങ വേണമെങ്കിൽ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ തേങ്ങ ഒന്നും ഇടുന്നില്ല. അപ്പോൾ ഈ ചോറൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് അരിയും ചോറും കൂടെ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ആ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് 1 ടീസ്പൂണോളം ഈസ്റ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് അത് 2 ടീസ്പൂൺ അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ അളവിന് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് നോക്കും. പിറ്റേ ദിവസം രാവിലെ ഈ അരിയും ചോറും ഒക്കെ നല്ല പുളിച്ചിരിക്കും. അന്നപ്പോൾ തന്നെ നമുക്ക് അരയ്ക്കുകയും ചെയ്യാം. അന്നപ്പോൾ തന്നെ അടിപൊളിയായിട്ട് നമുക്ക് വെള്ളയപ്പം ചുട്ടെടുക്കുകയും കൂടെ ചെയ്യാം കേട്ടോ. അത്രയ്ക്ക് നല്ല റിസൾട്ടാണ്. നല്ല അടിപൊളിയായിട്ട് പഞ്ഞി പോലത്തെ സോഫ്റ്റ് വെള്ളയപ്പം ഇവിടെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ മാവ് കണ്ടില്ലേ, നല്ലപോലെ സോഫ്റ്റ് നല്ല പഞ്ഞി പോലത്തെ മാവായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതേ രീതിയിൽ നല്ലപോലെ അത് പുളിച്ച് പൊങ്ങി നിൽക്കുക. ഇനി വെള്ളയപ്പമൊക്കെ നല്ല സോഫ്റ്റ് പഞ്ഞി പോലെ കറിയൊക്കെ ഇട്ടാൽ അരിഞ്ഞ് പോകും, വായിലിട്ട് അരിഞ്ഞ് പോകുന്ന സൈസ് വെള്ളയപ്പം നമുക്ക് ഇവിടെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാം. ഇനി അടുത്ത ടിപ്പ് വളരെ യൂസ്ഫുൾ ആയിട്ട്, ഇരുമ്പും പുളി എല്ലാവരുടെ വീടുകളിലുണ്ടെങ്കിൽ ആരും വിടരുത് കേട്ടോ, പറിച്ചോണം. നമുക്ക് അച്ചാറിടാൻ മാത്രമല്ല ഇതുകൊണ്ട് ഒരുപാട് ടിപ്പുകളാണ്. തുണികളിലെ കറ പോകാൻ വളരെ നല്ലതാണ് ഈ ഇരുമ്പും പുളി. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, നമുക്ക് ഒരുപാട് 100 കൂട്ടം കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്ന അടിപൊളിയാണ്. അപ്പം നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം, ഇതിനോട് ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കില്ല കേട്ടോ, കാര്യം ഇതിൽ വെള്ളമാണ്. ഇതിന് ഭയങ്കര ബ്ലീച്ചിങ് എഫക്റ്റ് ഉള്ളതാണ് കേട്ടോ. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് അരച്ച് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ചെറിയൊരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂണുള്ള 1 ടീസ്പൂൺ എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സൈസ് അളവിന് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കൈ, നമ്മൾ എപ്പോഴും പാത്രം കഴുകുകയും അതുപോലെ തന്നെ നല്ല വെളുത്ത കൈയൊക്കെ പെട്ടെന്ന് ബ്ലാക്ക് കളറിലേക്കൊക്കെ വരികയും കൈയൊക്കെ ചുളിവ് വരികയും ഒക്കെ ചെയ്യുമല്ലോ. അപ്പോൾ നമ്മൾ നാരങ്ങ എങ്ങനെയാണോ യൂസ് ചെയ്യുന്നത്, നാരങ്ങയുടെ അതേ ഒരു എഫക്റ്റാണ് ഇരുമ്പും പുളിക്ക് കേട്ടോ. നല്ല റിസൾട്ട്, നല്ല ബ്ലീച്ചിങ് എഫക്റ്റാണ്. അപ്പോൾ ഈ മഞ്ഞളും കൂടെ പച്ചമഞ്ഞളുണ്ടെങ്കിൽ നിങ്ങൾ പച്ചമഞ്ഞൾ ഉപയോഗിക്കുന്നതാണ് നല്ലത് കേട്ടോ. എന്നിട്ട് കയ്യിലൊക്കെ ഇതേ രീതിയിലൊന്ന് നമുക്ക് തേച്ച് നല്ലപോലെ ഒന്ന് റൗണ്ട് ഇതിൽ നമ്മൾ തേച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാകുന്ന ചുളിവുകൾ മാറാനും കൈയുടെ ഒരു ഭാഗത്തൊക്കെ ഉണ്ടാകുന്ന കറുപ്പുകൾ മാറാനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ. ഒരു 15 മിനിറ്റ് വെച്ചതിന് ശേഷം ഒന്ന് കഴുകി കളയുവാണെങ്കിൽ നമ്മുടെ കൈയൊക്കെ നല്ല വെട്ടിത്തിളങ്ങും കേട്ടോ.
അപ്പോൾ ഞാൻ ഇതുപോലെ എന്തായിട്ടില്ലേ ഇതേ രീതിയിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം 15 മിനിറ്റ് കഴിഞ്ഞ് എൻ്റെ കൈ കാണിച്ചു തരാം. നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൈക്കൊക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ട്. നല്ല നല്ല ബ്രൈറ്റ് ആയിട്ട് നല്ല തിളങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുമല്ലോ. ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത ടിപ്പ് ഈ ഒരു ബൗള് നമ്മുടെ ആ ഒരു വെള്ളം ഉണ്ടല്ലോ നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ചാൽ അതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. അരിച്ചെടുത്തിട്ട് വേണം ഇനി അടുത്ത ടിപ്പ് നമുക്ക് ചെയ്യാനായിട്ട്. ഇത് കണ്ടില്ലേ, പിന്നെ ഇത് കുറച്ച് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്ക് വേണ്ടത് അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. ഈ ബേക്കിംഗ് സോഡയും വിനാഗിരിയും ഒക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് അരിച്ചെടുക്കേണ്ടത് കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. ഈ വിനാഗിരി നിങ്ങളുടെ അളവിന് എടുക്കുക. ഞാൻ ഇപ്പോൾ ഒരു ടീസ്പൂൺ അടുത്ത് വിനാഗിരി എടുത്തിട്ടുണ്ട്. കാര്യം ഇതിനും നല്ല ബ്ലീച്ചിങ് എഫക്റ്റാണ്, വിനാഗിരിക്ക് നല്ലൊരു എഫക്റ്റാണ് കേട്ടോ. അതുപോലെ ബേക്കിംഗ് സോഡയും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഇതൊഴിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഇതൊന്ന് ആദ്യം എടുക്കണം. അരിച്ചെടുത്തതിന് ശേഷം വേണം നമുക്കിത് യൂസ് ചെയ്യാനായിട്ട്. വിനാഗിരിയൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോൾ നല്ലൊരു റിയാക്ഷൻ നടക്കും കേട്ടോ. കണ്ട് നല്ല പതഞ്ഞ് പോകും. അപ്പോൾ ചെറിയൊരു ബൗളാണ് ഇവിടെ എടുത്തേക്ക്. നിങ്ങൾക്ക് വലിയ ബൗളുണ്ടെങ്കിൽ അതെടുക്കുന്നതാണ് നല്ലത് കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഈ ഡെയിലി യൂസ് ചെയ്യുന്നതാണ്. നമ്മുടെ സിങ്കൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഈ സിങ്കിൻ്റെ അകത്തുള്ള അഴുക്കും എണ്ണമയെല്ലാം കെട്ടിക്കിടന്നിട്ട് ഇത് ബ്ലോക്ക് ആകാൻ ചാൻസ് കൂടുതലാണ്. ചോറും വേസ്റ്റും ഒക്കെ ഇങ്ങനെ ഇടുമ്പോഴാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിൽ നമുക്ക് വീട്ടിൽ തന്നെ അത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അതായത് ചെറിയ ചെറിയ ബ്ലോക്കൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യമേ നമ്മൾ ആ സിങ്കൊന്ന് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കുക. അതായത് ആ വേസ്റ്റ് എല്ലാം കളഞ്ഞിട്ട് ജസ്റ്റ് വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുത്താൽ മതി. പിന്നെ ഇത് സിങ്ക് കാണുമ്പോൾ മനസ്സിലാകും നല്ല എണ്ണമയൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സിങ്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊന്നും വേണ്ടി സോപ്പോ ലിക്വിഡോ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. കുറച്ച് ഈ സൊല്യൂഷൻ കുറച്ച് അങ്ങോട്ട് ഒഴിച്ചിട്ടിട്ട് 2 മിനിറ്റ് കഴിയുമ്പോൾ ചുമ്മാ ഒരു ചകിരിയോ എന്തെങ്കിലും എന്തെങ്കിലും മറ്റേ സ്പോഞ്ച് എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തൂത്ത് വിട്ടാൽ മതി. നല്ലപോലെ നമ്മുടെ സിങ്കൊക്കെ നല്ല വെട്ടി തിളങ്ങുകയും ചെയ്യും. പിന്നെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ, ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇറച്ചി മീനൊക്കെ നമ്മൾ ഇതിനകത്ത് അഴിക്കും കടുക് എടുക്കുകയൊക്കെ ചെയ്യുന്നതല്ലേ. അപ്പോൾ അതിൻ്റെ അകത്താണ് ആ ബാഡ് സ്മെല്ലെല്ലാം പോകുകയും അഥവാ നമ്മുടെ ഇതിലേക്ക് പൈപ്പിലൊക്കെ പായൽ അതുപോലെ പല്ലി പാറ്റ ഇതൊക്കെ കയറി വരുന്നുണ്ടെങ്കിൽ പോകാനും വളരെ നല്ലതാണ്. ഇത് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഒഴിച്ചിട്ടാൽ മതി. അപ്പോൾ നമ്മുടെ സിങ്ക് നല്ലപോലെ കഴുകിയിട്ടുണ്ടായിരുന്നു, നല്ലപോലെ തിളങ്ങി കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു ടിപ്പും കൂടെ ചെയ്ത് നോക്കട്ടെ. ചെറിയ ചെറിയ ബ്ലോക്കൊക്കെ മാറ്റാൻ വളരെ നല്ലതാണ് കേട്ടോ. ഇനി അടുത്ത ടിപ്പും വീട്ടമ്മമാർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ടിപ്പാണ്. പിന്നെ ഒരു വെള്ളത്തുണി ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ കുട്ടികളുടെ സ്കൂളിലൊക്കെ പോകുമ്പോൾ യൂണിഫോമിലൊക്കെ ഈ കുത്തി വരച്ച് മഷിയൊക്കെ പിടിച്ച് വരുമല്ലേ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാവരും സ്പ്രേ ഒക്കെ ഒഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ ചെയ്ത് നോക്കിയ ടിപ്പാണ്. എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടാണ് തോന്നിയത് കേട്ടോ. അപ്പം ഞാനിതിൻ്റെ ഒന്ന് പേന കൊണ്ട് ഇങ്ങനെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ആ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇരുമ്പുളിയുടെ ജ്യൂസ് ഉണ്ടല്ലോ, ആ ഒരു വെള്ളം മിക്സ് ചെയ്തത് അത് ഇതിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് കണ്ട ഇതാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഒന്ന് ജസ്റ്റ് കുറച്ചൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് 1 മിനിറ്റോളം ഞാൻ ചുമ്മാ അങ്ങനെ വെച്ചതിന് ശേഷം ബ്രഷ് വെച്ച് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് സോപ്പോ പൊടിയോ ഒന്നുമില്ലാതെ തന്നെ ഇങ്ങനെ ഒന്ന് ഒഴിച്ച് കൊടുക്കുമ്പോൾ തന്നെ അത് പെട്ടെന്ന് തന്നെ ആ മഷിയുടെ കറ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ സത്യമായിട്ട് ഞെട്ടിക്കുന്ന റിസൾട്ടാണ് കിട്ടിയത് കേട്ടോ. നമുക്കിങ്ങനെ പിന്നെ ഈ ഇരുമ്പുളിയുടെ ഇതുകൊണ്ട് നമുക്ക് കളയാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചേ ഇല്ല കേട്ടോ. ഈ മഷിയുടെയൊക്കെ കറയൊക്കെ ഇത് കണ്ടില്ലേ, ഞാൻ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ തുടച്ച് കൊടുത്തതേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുത്താൽ മാത്രം മതി. കണ്ടില്ലേ, നമ്മുടെ ആ ബനിയൻ കണ്ടില്ലേ, ആ വരച്ചതുപോലെ അവിടെ കാണാനില്ല. അത്ര രീതിയിൽ തന്നെ പെട്ടെന്ന് മാറിപ്പെട്ടുണ്ടോ. ഇത് നിങ്ങൾ കുറേ ഇരുന്ന് ഷർട്ടിലിങ്ങനെ ഇരിക്കുന്ന മഷിയുടെ കറയാണെങ്കിൽ പോലും നമുക്ക് ഇതുകൊണ്ട് കളയാവുന്നതേ ഉള്ളൂ. എനിക്ക് നല്ല റിസൾട്ടാണ് തോന്നിയത്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. സ്പ്രേ ഒന്നും യൂസ് ചെയ്യാതെ ഇത് മാത്രം ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി അടുത്ത ടിപ്പ്, നമ്മൾ ഡെയിലി കിച്ചൻ്റെ സൈഡ് അത് നമ്മുടെ സ്വാവിലും അതുപോലെ തന്നെ പൈപ്പൊക്കെ ആയിരിക്കുന്ന പൈപ്പ് സെറ്റിങ്ങിൻ്റെ ഒക്കെ ഭാഗത്തൊക്കെ നമ്മൾ പാത്രം കഴുകുമ്പോൾ കറകളും ഒക്കെ തെറിച്ചൊക്കെ വരും. എപ്പോഴും കഴുകുമ്പോൾ ഇങ്ങനെയാണ് സംഭവിക്കാറ്. മഞ്ഞ കളർ വൈറ്റ് കളറിലെ ടൈലൊക്കെ ആകുമ്പോൾ മഞ്ഞ കളറിലേക്ക് അത് മാറും. അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചെറിയ സ്ക്രബ്ബർ കൊണ്ട് പഞ്ഞി കൊണ്ട് ചുമ്മാ തൂത്ത് കൊടുത്താൽ മതി. നല്ലപോലെ തിളങ്ങി കിട്ടും കേട്ടോ. അത്രയ്ക്ക് അടിപൊളിയായിട്ടാണ് കിട്ടിയത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ഇതുണ്ടെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ കണ്ട് ഞാൻ ഒന്ന് കഴുകി കാണിച്ചാൽ ഒരു മഞ്ഞക്കറ പോലൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കാര്യം പാത്രമൊക്കെ എപ്പോഴും കഴുകുന്നതല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ഇതിനൊക്കെ ഇതാണ് നല്ലത് കേട്ടോ. നമ്മൾ വെറുതെ ഈ കളയുന്ന സാധനമാണല്ലോ ഇരുമ്പുളി. എന്തോരം ഇരുമ്പുളിയാണ് പഴുത്തു പോകുന്നത്. ആ പഴുത്തതാണ് ഏറ്റവും നല്ല എഫക്റ്റ് തരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ജ്യൂസ് പോലെ അടിച്ച് വെച്ചാൽ മാത്രം മതി. ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. നമുക്ക് 1-2 ആഴ്ചയൊക്കെ ഉപയോഗിക്കാനും പറ്റും കേട്ടോ. എന്നിട്ട് നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറയും. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. ഇതും വീട്ടമ്മമാർക്കൊക്കെ വളരെ യൂസ്ഫുള്ളായ ടിപ്പാണ്. ഇപ്പം ഞാനിവിടെ കുറച്ച് അച്ചാറാണ് ഒരു തുണിയിലേക്ക് ആക്കി കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു വെള്ള തുണിയിൽ എങ്ങനെ കളർ, അപ്പോൾ ഇതിൽ ഫുള്ളും മഞ്ഞക്കറ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ശരിക്കും കാണാൻ പറ്റാത്തത് കൊണ്ട് ഞാനിപ്പോൾ കുറച്ച് അച്ചാർ നിങ്ങളെ ലൈവായിട്ട് കാണിച്ചു തരുവാണ്. ഈ അച്ചാർ നമ്മൾ ഈ തുണിയിലേക്ക് ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കല്യാണ വീടുകളിലും ഫംഗ്ഷനൊക്കെ നമ്മൾ പോകുമ്പോൾ ഇങ്ങനെ കറയൊക്കെ വീഴും അച്ചാർ വീഴും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ തുണിയൊക്കെ പെട്ടെന്ന് അത് കളായിപ്പോവും. ഏത് കളർ തുണിയിലാണെങ്കിലും നമുക്കിത് ചെയ്യാവുന്നതാണ്.
ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ കറകളൊക്കെ ആദ്യം പിടിക്കുമ്പോൾ നമ്മൾ നല്ല തണുത്ത വെള്ളമുണ്ട്, ഐസ് വാട്ടർ ഉണ്ടെങ്കിൽ ഐസ് വാട്ടറിൽ കഴുകി കളയുക. അല്ലെങ്കിൽ ഐസ് കട്ട ഉണ്ടെങ്കിൽ ഐസ് കട്ട വെച്ച് ഒന്ന് ഉരച്ചിട്ട് നല്ലപോലെ ഒന്ന് കഴുകി കളയണം. പിന്നെ ഐസ് വാട്ടറും കൊണ്ടാണ് ഒന്ന് കഴുകുന്നത്. കഴുകുമ്പോൾ തന്നെ ചെറിയൊരു മാറ്റം വരുന്നുണ്ട്, കണ്ടോ? ആ ഒരു ഇതെല്ലാം പോകുന്നുണ്ട്. ഇപ്പം ഉണങ്ങി പിടിച്ചതാണെങ്കിൽ പൊടി, പിന്നെ ലൈവായിട്ട് കാണിക്കേണ്ടത് ഞാൻ തേച്ചിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു അച്ചാർ ഉണങ്ങി പിടിച്ചാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ, നല്ല റിസൾട്ടാണ്. അപ്പോൾ ഞാനിതൊന്ന് ആദ്യമേ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. കഴുകി എടുത്തതിന് ശേഷമാണ് ഓരോ സ്റ്റെപ്പ് ഞാൻ കാണിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഞാൻ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ, എന്നാലും ഞാൻ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഹൈപ്പും കൂടെ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുതേ. ഇനി ഞാൻ ഒരു പാത്രത്തിലേക്ക്, അതായത് നല്ല ഒരു പരന്നൊരു പാത്രം കൊണ്ട് എടുക്കുക. അതിലേക്ക് ഈ തുണി ഒന്ന് വിരിച്ചിട്ട് കൊടുക്കുക. ആ കറ പറ്റിയ ഭാഗം മാത്രം വേണം അതിലേക്ക് വിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഉപ്പ് പൊടിയാണ് കേട്ടോ. നല്ല അടിപൊളിയാണ് നമ്മുടെ ഉപ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഉപ്പ് പൊടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ നമ്മൾ കൈ കൊണ്ടോ ബ്രഷ് കൊണ്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഞെവിടി കൊടുക്കുക. അപ്പം നമ്മൾ ബ്രഷ് കൊണ്ട് ഞെവിടി കൊടുക്കുന്നതിനെക്കാട്ടും നല്ല നമ്മുടെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ആ ഉപ്പ് പൊടിയുമായിട്ട് ഒന്ന് ഇങ്ങനെ ഇതുപോലെ ഞെവിടി കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ. കണ്ടോ, ഇതേ രീതിയിൽ ഒന്ന് ഇവിടെ കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് സൂത്രം കൂടെ ചെയ്യേണ്ടതുണ്ട്. ഞാൻ ഇപ്പോൾ ഇവിടേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് വിനാഗിരിയാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ആ ഉപ്പിൻ്റെ കൂടെ വിനാഗിരി ഒന്ന് ജസ്റ്റ് ഒഴിച്ച് കൊടുത്തിട്ട് 2 മിനിറ്റ് ഒന്ന് മുക്കി വെക്കുക. ഇതുപോലെ കട്ടിക്ക് കറ പിടിച്ചതിലാണ് നമുക്കിങ്ങനെ ചെയ്യേണ്ടത് കേട്ടോ. കട്ടി കറയാണെങ്കിൽ നല്ല ഉണങ്ങിയ കറയാണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു ടിപ്പിലൂടെ വൃത്തിയാക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഒഴിച്ച് കൊടുത്തപ്പോൾ തന്നെ നല്ലൊരു മാറ്റം ആ തുണിക്ക് വന്നിട്ടുണ്ട്. ആ അച്ചാറിൻ്റെ ഇത് മഞ്ഞക്കറയായിരുന്നു, ആ അച്ചാർ വീണ ഭാഗത്തെല്ലാം കണ്ടോ പെട്ടെന്നൊരു മങ്ങൽ പോലെ വന്നിട്ടുണ്ട്. ഈ മഞ്ഞൾ കറ പിടിച്ചതാണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു ടിപ്പിലൂടെ കളയാൻ പറ്റുന്നതാണ് കേട്ടോ. കണ്ടോ, ഇതേ രീതിയിൽ തന്നെ ഞാൻ അത് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് നേരം ആ ഒരു വെള്ളത്തിലേക്ക് മുക്കിയിടുന്നുണ്ട് കേട്ടോ. അതൊന്ന് മുക്കിയിട്ടതിന് ശേഷം നമുക്കിതിലേക്ക് വേണ്ട ഡിഷ് വാഷാണ്. ഇപ്പോൾ നിങ്ങളുടെ ഈ ഡിഷ് വാഷ് ഇല്ലെങ്കിൽ നമ്മൾ പാത്രം കഴുകുന്ന സോപ്പ് ഉണ്ടല്ലോ, അതാണെങ്കിലും എടുത്തിട്ട് ഇതിലൊന്ന് ഉറച്ച് കൊടുത്താൽ മതി കേട്ടോ. അതിന് ശേഷം ബ്രഷ് കൊണ്ടോ നമ്മുടെ കൈ കൊണ്ടോ ഒന്ന് എവിടെ എടുക്കുവാണെങ്കിൽ നമ്മുടെ ഈ കറ പെട്ടെന്ന് പിടിച്ച് ഈ കറ പെട്ടെന്ന് തന്നെ മാറുന്നതായിരിക്കും കേട്ടോ. ഡിഷ് വാഷ് അടിപൊളിയാണ്. കറ കഴുകാൻ, പാത്രം കഴുകാൻ മാത്രമല്ല ഇതുപോലെ കറ പിടിച്ച തുണിയെല്ലാം വൃത്തിയാക്കാൻ വളരെ നല്ലതാണ് ഡിഷ് വാഷ്. അപ്പോൾ ഇനിയും മഞ്ഞക്കറയും കൂടെ ഞാൻ കളഞ്ഞു, അത്രയും നമ്മൾ ആ ഉപയോഗിച്ചാൽ അത്രയും പോയിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ ഞാനൊന്ന്, നിങ്ങൾക്ക് കല്ലിൽ വേണം ജസ്റ്റ് ഒന്ന് ഉറച്ചെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഞാൻ ഇവിടെ ഉരയ്ക്കുന്നൊന്നുമില്ല. ഞാൻ ഈ ബ്രഷ് കൊണ്ട് ഇത് തന്നെ ഇങ്ങനെ ഉറച്ചിട്ടാണ് ഞാനൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നത്. കണ്ടില്ലേ, ഇപ്പം തന്നെ ഉറച്ച് കൊടുത്തപ്പോൾ തന്നെ കണ്ട നമ്മുടെ ആ ഒരു ബെന്നിന് വന്ന മാറ്റം കണ്ട, ജസ്റ്റ് അതെല്ലാം ഒന്ന് മാറിപ്പോയിട്ടുണ്ട്. പിന്നെ ചെറുതായിട്ടൊരു മഞ്ഞക്കറയുടെ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ കേട്ടോ. മഞ്ഞ കളർ ചെറുതായിട്ട് കാണും, പക്ഷെ അത് കാണത്ത് പോലും ഇല്ല നമുക്ക് അത്ര രീതിയിൽ. അത് നമ്മൾ 2-3 ഇലക്ക് കഴിയുമ്പോൾ ആ കറയും കൂടെ പോകുന്നതാണ് കേട്ടോ. ബ്ലീച്ചോ ക്ലോറിനോ ഒന്നുമില്ലാതെ തന്നെ നമുക്ക് ബ്ലീച്ച് ചെയ്യാൻ കൊടുക്കുക പോലും വേണ്ട, വെളിയിൽ അലക്കാൻ കൊടുക്കേണ്ട ഒന്നും വേണ്ട, കാരം വേണ്ട, അലക്ക വേണ്ട, ഉരയ്ക്കേണ്ട ഒന്നും വേണ്ട. കണ്ടില്ലേ, ഇങ്ങനെ കുറച്ച് നേരം ഒന്നും നമ്മൾ മെനക്കെടുവാണെങ്കിൽ നമ്മുടെ തുണികളെല്ലാം പുതുപുത്തനായിട്ട് നമുക്ക് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ ബനിയനാന്ന് പറയൂ, അത്രയ്ക്ക് നല്ല രീതിയിൽ ഞാൻ ഇവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു ബനിയൻ തന്നെയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അതിലാണ് അച്ചാർ ഇതെല്ലാം തേച്ച് കൂടെ. കണ്ടില്ല, നല്ലൊരു മാറ്റമുണ്ട്. ചെറിയൊരു യെല്ലോ ഷെയ്ഡ് പോലെ ഉള്ളതേ ഉള്ളൂ കേട്ടോ, നമുക്ക് കാണാൻ പോലും പറ്റത്തില്ല. 2-3 കഴുകി കഴിയുമ്പോൾ അത് ഫുള്ളും അത് പോകുന്നതായിരിക്കും കേട്ടോ. വിനാഗിരി ബേക്കിംഗ് സോഡ നല്ല അടിപൊളി റിസൾട്ട് എഴുതണ കളർ തുണിയിൽ നമുക്കിത് ചെയ്യാവുന്നുണ്ട്. കണ്ടില്ലേ, എൻ്റെ ആ ബെന്നിൻ്റെ ഒരു കളർ നല്ലപോലെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ കറയെല്ലാം പോയി നല്ല വെട്ടിത്തിളങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇരുമ്പും പുളി സൂപ്പർ സാധനമാണ് കേട്ടോ. ഇനി അടുത്ത ടിപ്പ്, ഇപ്പോൾ ഇരുമ്പും പുളിയും കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പോടെ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ബാത്റൂം ക്ലീനിങ്ങിന് ഇരുമ്പും പുളി സൂപ്പറാണ്. അതായത് മഞ്ഞക്കറ പിടിച്ചിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ നമുക്ക് കഴുകാൻ പറ്റാത്ത അവസരങ്ങളിലും കുറച്ചൊരു ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ നമ്മുടെ ക്ലോസറ്റിലേക്ക് കുറച്ച് അതികഠിനമായ മഞ്ഞക്കറ പോലും ഇതിൽ നിന്ന് മാറ്റിയെടുക്കാവുന്നതാണ് കേട്ടോ. കുറച്ച് നേരം ഒഴിച്ച് വിട്ടതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ ഒന്ന് ഫ്ലഷ് അടിച്ച് വിട്ടാൽ മതി. അടിപൊളിയായിട്ട് നമ്മുടെ ബാത്റൂം ഉരയ്ക്കാതെയും കഴുകാതെയും ബ്രഷ് ചെയ്യുകയോ ഒന്നും വേണ്ട, ചെയ്യാതെ തന്നെ നമുക്കിത് ക്ലീനാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നമ്മൾ എത്ര തുണികളുണ്ടെങ്കിലും നമ്മൾ ഇതുപോലെ മുക്കി വെള്ളത്തിൽ കൊണ്ടിട്ട് അലക്കി എടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള, അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളോട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബായ്.